വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. ഇടതുപക്ഷ MLA എന്ന നിലക്ക് രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും പിണറായിസത്തിൻ്റെ ആ തിക്താനുഭവങ്ങൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയൊക്കെ ശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ UDF ലീഡർഷിപ്പിൻ്റെ ഇന്നത്തെ തീരുമാനം തൃണമൂൽ കോൺഗ്രസിനെ UDFൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കി കൂടെ നിർത്താൻ തീരുമാനിച്ച് അത് അറിയിച്ചതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ UDFൻ്റെ മുഴുവൻ നേതാക്കളെയും കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടക്ക് കേരളത്തിലെ ഗവൺമെൻറ്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന നിരവധിയായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലെ ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി വന്ന വിഷയങ്ങൾ, പോലീസിൻ്റെ ഒരു വിഭാഗത്തിൽ ക്രിമിനൽ വൽക്കരണം നടക്കുന്നു എന്ന വിഷയം, മലപ്പുറം ജില്ലയടക്കമുള്ള ചില പ്രത്യേക ജില്ലകളെ ക്രിമിനൽ വൽക്കരിക്കാനുള്ള മലപ്പുറത്തെയും ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെയും നീക്കങ്ങൾ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, CPM എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി പരിപൂർണമായും ഒരു മുതലാളിത്ത ചേരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്നു എന്നും അതോടൊപ്പം ഇവിടുത്തെ RSS BJP നേതൃത്വവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സഖ്യത്തിന് ശ്രമിക്കുന്നു എന്നും ഉള്ള കാര്യങ്ങളായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞത്. അത് ഓരോ ഘട്ടങ്ങളിലും അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ അതിന് ശേഷമുണ്ടായി. അന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ വല്ല വസ്തുതയുമുണ്ടോ എന്ന് സംശയിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അത് വസ്തുതാപരമായിരുന്നു എന്ന് പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ കേരളത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. കേരളത്തിലെ ജനം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഇവിടെ UDF ഉണ്ട്, LDF ഉണ്ട്, ഈ പറയുന്നത് പോലെ NDA ഉണ്ട്, രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കേരളത്തിലുണ്ട്. പക്ഷെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു മതേതര സ്വഭാവമാണ്. ആ മതേതര സ്വഭാവത്തിന് കടക്കൽ കത്തിവെക്കുന്ന നിലപാട് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കേരളത്തിലെ ജനം ഒരു പരിധിവരെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും കേരളത്തെ മൊത്തമായി ഈ മതേതര സ്വഭാവം നിലനിർത്താനുള്ള ഒരു ജനവികാരത്തിലേക്ക് മാറുകയാണ്. ആ ജനമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പിണറായി ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, രാഷ്ട്രീയ അനുഭവമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്ത് മനുഷ്യരെ വിഡ്ഢികളാക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ധാരണ ഞാനീ പറയുന്ന കേരളത്തിലെ ജനം പൊളിച്ചെഴുതിയിരിക്കുകയാണ്. അതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം, ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ മതേതര ജനങ്ങൾ, കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു പരിധിവരെ ആ വോട്ടിംഗ് നടന്നിരിക്കുകയാണ്. പക്ഷേ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ്. അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല. കാരണം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും പ്രാദേശികമാണ്. പക്ഷേ പിണറായിസത്തിനെതിരെയുള്ള ഒരു വോട്ട് വരാനിരിക്കുകയാണ്.
3 മാസമേ ഉള്ളൂ. മാർച്ച് അവസാനത്തോടുകൂടി ഏപ്രിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പോൾ 80 സീറ്റിന് മുകളിലാണ് UDF ഭൂരിപക്ഷമുള്ളതെങ്കിൽ അത് 100 സീറ്റ് കടക്കും. കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ നാട്ടിലുണ്ട്. അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ, പശ്ചിമബംഗാളിലെ അനുഭവം, ത്രിപുരയിലെ അനുഭവം, അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാക്കി, ഒരു കുടുംബത്തിൻ്റെ ഗവൺമെൻറ്റാക്കി, ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൃത്തിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവർ ഈ പറയുന്നത് പോലെ 26 മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെ, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടാവും, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായി വോട്ട് ചെയ്യുന്ന സഖാവ് അവരായിരിക്കും ക്യൂവിൻ്റെ ഏറ്റവും മുമ്പിൽ, അവരായിരിക്കും പിണറായിസത്തിനെതിരെ ആദ്യത്തെ വോട്ട് നിലമ്പൂരിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അത് പിണറായിസത്തിനെതിരായിരിക്കും. അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.